ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. വളരെ റെയർ ആയിട്ട് മാത്രം ക്രിക്കറ്റിൽ കാണാൻ പറ്റുന്ന ഒരു സംഗതി, കാണാൻ പറ്റിയ ഒരു ആഴ്ചയായിരുന്നു നമുക്ക് സ്പോർട്സ് ആരാധകർക്ക് കിട്ടിയത്. ആലോചിച്ച് നോക്കി, ക്രിക്കറ്റിന് എത്ര ഫോർമാറ്റ് ഉണ്ട്. ടെസ്റ്റ് ഉണ്ട്, വൺ ഡേ ഉണ്ട്, T20 ഉണ്ട്, പുതിയ കുറേ എക്സ്പെരിമെൻ്റൽ ഫോർമാറ്റ്. T10 ഒന്നും ഇപ്പോൾ എക്സ്പെരിമെൻ്റേ അല്ല, കാരണം അതിൻ്റെ ഒരുപാട് ലീഗുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ 3 തവണ മാത്രമേ ഒരു ഓവറിൽ 6 സിക്സർ അടിച്ചിട്ടുള്ളൂ. അതും ഒരു ഹാട്രിക് ഓവർ എറിഞ്ഞ ബോളറിനെ തൊട്ടടുത്ത ഓവറിൽ അത് അടിക്കുക എന്ന് പറയുന്ന ഒരു ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു മാജിക് ഈ ആഴ്ച നമുക്ക് കാണാൻ പറ്റി. അതുൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സ്പോർട്സ് വീക്കെൻഡ്. സോ നമുക്ക് ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിന്റെ വർത്തമാനം പറഞ്ഞിട്ട് ബാക്കി ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ വർത്തമാനങ്ങളിലേക്ക് വരാം. സോ വിജയ് ഹസാരെ ട്രോഫിയുടെ നോക്കൌട്ട് സ്റ്റേജ് മത്സരങ്ങൾ നാളെ ഞായറാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യും. ക്വാർട്ടർ ഫൈനൽസ് പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതലാണ്, അതായത് മാർച്ച് 8 മുതലാണ്. ഇത്തവണ വളരെ ഡിഫറെൻ്റ് ആയ ഒരു ഫോർമാറ്റാണ് അവർ യൂസ് ചെയ്യുന്നത്. കാരണം സയ്യദ് മുസ്താഖ് അലി ട്രോഫിക്ക് പോലും അതായത് 5 മെയിൻ ഗ്രൂപ്പുകളുണ്ട്. എലൈറ്റ് ഗ്രൂപ്പുകൾ ABCDE വരെയുള്ള 5 ഗ്രൂപ്പുകൾ. അതിൻ്റെ വിന്നേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് പോകുന്നു. പിന്നെ 2 ബെസ്റ്റ് പ്ലേസ്ഡ് ആയിട്ടുള്ള 2 ടീമുകൾക്കും കൂടെ അതിലേക്ക് വരാനുള്ള അവസരമുണ്ട്. അപ്പോൾ പ്ലേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന, അതായത് ലെസർ ടീംസ്, അങ്ങനെ വലിയ പോപ്പുലർ ടീമൊന്നും ഇല്ലാതെ ഈ കുഞ്ഞു ടീമുകൾ എല്ലാവരും കൂടെ കളിക്കുന്ന പ്ലേറ്റ് ഗ്രൂപ്പിലെ ജേതാക്കൾക്കും ഡയറക്റ്റ് ആയിട്ട് ക്വാർട്ടർ ഫൈനലിൽ കളിക്കാനൊരു അവസരം വന്നപ്പോഴത്തേക്കും ഒരുപാട് മേജർ ടീമുകൾ BCCIക്ക് എഴുത്തെഴുതി ഇത് പറ്റത്തില്ല, അവർക്ക് ഈ പറയുന്ന പോലെ ആ ടീമുകളെക്കാളും ബെറ്റർ ക്വാളിറ്റി ടീമുകളാണ് എലൈറ്റ് ഗ്രൂപ്പിൽ കളിക്കുന്നതെന്ന് പറഞ്ഞു. സോ ഈ ഒരു വിജയ് ഹസാരെ ട്രോഫിയുടെ ഒരു ഫോർമാറ്റ് എന്ന് വെച്ചാൽ 5 ഗ്രൂപ്പിൻ്റെയും എലൈറ്റ് ഗ്രൂപ്പുകളുടെ 5ൻ്റെയും വിന്നേഴ്സ് ഡയറക്റ്റ്ലി ഓട്ടോമാറ്റിക്കലി ക്വാളിഫൈ ചെയ്യുന്നു. പിന്നെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് സിസ്റ്റത്തിൽ നിന്ന് മികച്ച 3 ടീമുകൾ പോകുന്നു. ഇതിൽ 3ാമത്തെ ടീമിന് പ്ലേറ്റ് ഗ്രൂപ്പിൻ്റെ വിന്നറുമായിട്ട് ഒരു ക്വാളിഫയർ കളിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് നാളെ ഞായറാഴ്ചത്തെ ഫസ്റ്റ് നോക്കൗട്ട് മത്സരം ഡൽഹി, അതായത് കമ്പൈൻഡ് പോയിന്റ്സ് ടേബിൾ വന്നപ്പോഴത്തേക്കും ഡൽഹി എവിടെ എത്തിയത്? ഡൽഹി 8ാം സ്ഥാനത്തെത്തി. അപ്പോൾ ഡൽഹി ആണ് ആ 3rd ടീം ഹു വിൽ ബി ക്വാളിഫൈങ്, വിൽ ബി പ്ലേയിങ് അഗെയിൻസ്റ്റ് പ്ലേറ്റ് ഗ്രൂപ്പ് നെറ്റ് റൺ റേറ്റിൻ്റെ ഇതിൽ ജയിച്ച ഉത്തരാഖണ്ഡ് എന്ന ടീമുമായിട്ടാണ് കളിക്കുക. അതിലെ വിന്നേഴ്സ് ആയിരിക്കും ഒരു ക്വാർട്ടർ ഫൈനലിൽ ഉത്തർപ്രദേശിനെ നേരിടാനായിട്ട് പോകുന്നത്. പക്ഷേ കേരളം ഇവിടെ എങ്ങനെ സ്ഥാനം കണ്ടെത്തി എന്നുള്ളതാണ്. കേരളം എന്ന് പറയുന്നത് കർണാടക, ഉത്തർപ്രദേശ്, കേരള എന്ന 3 ടീമുകൾ ഗ്രൂപ്പ് സിയിൽ നിന്ന് ക്വാളിഫൈ ചെയ്തു. എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മത്സരം, ആദ്യത്തെ 3 ഗെയിമും ജയിച്ച കേരളം കർണാടക എന്ന ഡിഫെൻഡിങ് ചാമ്പ്യൻസിൻ്റെ കൂടെ 4ാമത്തെ കളി പരാജയപ്പെട്ടു. ആ പരാജയത്തോടു കൂടി നമ്മുടെ റൺ റേറ്റ് മോശമായതുകൊണ്ട് കേരളത്തിന് അടുത്ത റൗണ്ട് കടക്കാനുള്ള സാധ്യതകൾ മങ്ങി നിൽക്കുമ്പോഴാണ് 5ാമത്തെ ഗെയിം ബീഹാറിന് എഗെയിൻസ്റ്റ് ആയിട്ട് അൺബിലീവബിൾ സ്ട്രൈക്കിലേക്ക് നമ്മൾ വന്നു. ഉത്തപ്പ ഹാസ് ബീൻ ഇൻ ഗ്രേറ്റ് ഫോം, ടോട്ടൽ ഡിമിനിഷിങ് ഫോമിലായിരുന്നു റോബിൻ ഉത്തപ്പ ഉണ്ടായിരുന്നത്. റോബിൻ ഉത്തപ്പ തുടങ്ങി വെച്ച ആ ഒരു സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി എലോങ് വിത്ത് വിഷ്ണു വിനോദ് ആൻഡ് സഞ്ജു സാംസൺ, 1 വിക്കറ്റ് നഷ്ടത്തിൽ നമ്മൾ 149 റൺസ്, ആലോചിച്ച് നോക്കുക, 149 റൺസ് ചേസ് ചെയ്തത് വെറും 8.5 ഓവറിലാണ്. അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു പവർ ഹിറ്റിംഗ് നമുക്ക് കാണാൻ കിട്ടാത്ത രീതിയിൽ കേരളം ബീഹാറിനെ തോൽപ്പിച്ചു. ഒരു മാസീവ് നെറ്റ് റൺ റേറ്റ് ബൂസ്റ്റ് കിട്ടി. അതോടുകൂടി നമ്മൾ അതായത് ബാക്കി ഗ്രൂപ്പുകളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെക്കാളും ഒക്കെ നെറ്റ് റൺ റേറ്റിലും ഒക്കെ മികച്ച രീതിയിലെത്തി. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ 3ാമതായിട്ട് പോലും കേരളം അടുത്ത റൗണ്ടിലേക്ക്, അതായത് ക്വാർട്ടർ ഫൈനലിലേക്ക്, നോക്കൗട്ട്സിലേക്ക് ക്വാളിഫൈ ചെയ്തത്. അത് ടീം സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ ഡിസേർവ് ഈച്ച് ആൻഡ് എവറി ബിറ്റ് ഓഫ് ഹാപ്പിനെസ് ഫ്രം ദാറ്റ് ഗ്രൂപ്പ് സ്റ്റേജ് പെർഫോമൻസ്. നൗ സഞ്ജു സാംസൺ വലിയ മേജർ പെർഫോമൻസുകൾ, മാച്ച് വിന്നിംഗ് പെർഫോമൻസുകൾ കാഴ്ചവെച്ചില്ലെങ്കിലും ഈ 5 എണ്ണത്തിൻ്റെ ഇടയിൽ 2 ചെറിയ കീ മൊമെൻറ്റ്സ് കാഴ്ചവെച്ച ഗെയിംസ് ഉണ്ടായിരുന്നു. ബട്ട് അഗെയിൻ ഹി വാസ് നോട്ട് ഓൺ ടോപ്പ് ഓഫ് ഹിസ് ഗെയിം. ആൻഡ് സഞ്ജു സാംസന് ചെറിയൊരു ഇഞ്ചുറി നീകൾ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരൻ ക്വാർട്ടർ ഫൈനലിൽ കേരളത്തിൻ്റെ ടീമിൻ്റെ കൂടെ ഉണ്ടാവത്തില്ല എന്നറിയിച്ചിട്ടുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് അത്യാവശ്യം സ്ട്രോങ് ആണ്, നല്ല വെൽ ഓയിൽഡ് എഞ്ചിൻ പോലെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സൈഡിൽ വിഷ്ണു വിനോദും ഉത്തപ്പയും കൂടെ ഓപ്പൺ ചെയ്യുന്നു. സഞ്ജു സാംസണ് പകരമായിട്ടാണെങ്കിൽ പോലും അവിടെ സച്ചിൻ ബേബി ഉണ്ട്, മുഹമ്മദ് അസ്രുദ്ദീൻ ഉണ്ട്, ജലജ് സക്സേന ഉണ്ട്, വർഷൽ ഗോവിന്ദ് ഈസ് ഓൾസോ ഇൻ ഗുഡ് ഫോം. സോ കേരളത്തിന് ബാറ്റിംഗ് ആദ്യത്തെ ഒരു ടോപ്പ് 5 to 6 അത്യാവശ്യം സ്ട്രോങ് ആണ്. ആൻഡ് ബൗളിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ശ്രീശാന്ത് ഹാസ് ബീൻ ഓൺ ടോപ്പ് ഫോം. ശ്രീശാന്ത് അസൽ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഏറ്റവും ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നല്ല പേസിനും
നല്ല പ്രോപ്പറായിട്ട് ബൗൺസ് ഒക്കെ ചെയ്തെറിയാൻ പറ്റുന്ന ബേസിൽ തമ്പി എന്ന ഫാസ്റ്റ് ബോളർ ഇഞ്ചുറിക്ക് ശേഷം കേരള ടീമിനോട് തിരിച്ചു വരുന്നു എന്ന് പറയുന്നത്. സഞ്ജു സാംസൺ ഇല്ല, പക്ഷേ ബേസിൽ തമ്പി വരുന്നത് ബൗളിങ്ങിനെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുന്നുണ്ട്. നൗ ഇതുപോലെ തന്നെ കേരളം നേരെ ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കാൻ പോകുന്നത് കർണാടകയ്ക്ക് എഗൻസ്റ്റ് ആണ്. നിലവിലെ ചാമ്പ്യന്മാരാണ്. കർണാടകയ്ക്കും അവരുടെ കഴിഞ്ഞ തവണ അവരെ ചാമ്പ്യനാക്കി അവരുടെ ക്യാപ്റ്റൻ മനീഷ് പാണ്ഡെ ഇഞ്ചുറി കഴിഞ്ഞ് വരുന്നുണ്ട്. കഴിഞ്ഞ IPLന്റെ താരമായിരുന്ന കൃഷ്ണപ്പ ഗൗതം എന്ന സ്പിന്നിങ് ഓൾറൗണ്ടർ പുള്ളിക്കാരനും ടീമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കർണാടകയും ഈസ് ഓൾസോ ബിക്കമിങ് സ്ട്രോങ്ങർ ഈ വരാൻ പോകുന്ന ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് മുതൽ തന്നെ. പക്ഷേ ഒരു ടീം വിച്ച് ഈസ് ടേക്കിംഗ് എ ബിഗ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾക്ക് പോലും അത്രയും ശക്തി നൽകിയ ഒരു പ്രസൻസ് കൂടിയായ 3 കീ പ്ലേയേഴ്സിനെ മിസ് ചെയ്യാൻ പോകുന്നത് മുംബൈയാണ്. കാരണം ഒന്ന് അവരുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, 2 എന്ന് പറയുന്നത് ഇടയ്ക്കൊരു സമയത്ത് ടെസ്റ്റ് ടീമിൻ്റെ ഇടയിൽ നിന്ന് വന്ന് വിജയ് ഹസാരെ ട്രോഫി കളിക്കാൻ വന്നതാണ് ഷാർദുൽ ഠാക്കൂർ, ആൻഡ് 3 സൂര്യകുമാർ യാദവ്. ഒരുപക്ഷെ ടോപ്പ് റൺ ഗെറ്റേഴ്സിൽ പുള്ളിക്കാരൻ്റെ പേര് ആദ്യത്തെ ടോപ്പ് 3-ലൊന്നും ഇല്ലെങ്കിൽ പോലും സൂര്യകുമാർ യാദവ് കളിച്ച ഒരു മിഡിൽ ഇന്നിങ്സിൻ്റെ സ്റ്റെബിലിറ്റി ആൻഡ് ഫയർ പവർ പുള്ളി ആയിരുന്നു ഒരുപക്ഷെ സ്റ്റാർ ഓഫ് ദി ഗ്രൂപ്പ് സ്റ്റേജസ് എന്ന് പറയാൻ പറ്റും. കാരണം ആ ഒരു ഇൻറ്റൻറ്റ് സൂര്യകുമാർ യാദവ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇവർ 3 പേരും ടീം ഇന്ത്യയുടെ T20 സ്ക്വാഡിലുള്ളത് കൊണ്ട് നാഷണൽ ഡ്യൂട്ടിക്ക് വേണ്ടി പോയത് കാരണമാണ് ഈ വിജയ് ഹസാരെ ട്രോഫിയുടെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുമ്പോഴത്തേക്കും മൊത്തം ഒരു ക്ഷീണം ടീം മുംബൈക്ക് വരാൻ പോകുന്നു. സോ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് പറഞ്ഞ പോലെ ഡൽഹി വേഴ്സസ് ഉത്തരാഖണ്ഡ് കളിക്കും. അതിലെ വിന്നർ വിൽ ക്വാളിഫൈ ടു ദ തേർഡ് ക്വാർട്ടർ ഫൈനൽ എഗെയിൻസ്റ്റ് ഉത്തർപ്രദേശ്. ആദ്യത്തെ ദിവസം 1 കർണാടക വേഴ്സസ് കേരള, അതായത് ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ചതിൻ്റെ റിപ്പീറ്റാണ്. കേരളം പരാജയപ്പെട്ട ഒരേ ഒരു കളിയാണ്, അതിന് പകരം വീട്ടാനുള്ള ഒരു അവസരം കൂടെ അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തെ ഗെയിം അവിടെ ഗുജറാത്ത് വേഴ്സസ് ആന്ധ്ര. പിന്നെ ഏറ്റവും അവസാനത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരം എന്ന് പറയുന്നത് മുംബൈ വിൽ ബി പ്ലേയിങ് ആൻഡ് ടേക്കിംഗ് ഓൺ സൗരാഷ്ട്ര എന്ന് പറയുന്നു. ഇതിനിടയിൽ 2 പേരുകൾക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ സിക്സറുകൾ ഗ്രൂപ്പ് സ്റ്റേജിൽ അടിച്ചത് നമ്മുടെ റോബിൻ ഉത്തപ്പയാണ്. അതായത് കേരളത്തിൻ്റെ ഓപ്പണർ കൂടിയായ ഓൾഡ് വാർ ഹോഴ്സ് റോബിൻ ഉത്തപ്പ. ചെന്നൈ ഫാൻസിന് റോബിൻ ഉത്തപ്പയുടെ ഫോം കാണുമ്പോൾ തന്നെ ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പക്ഷേ ദേവ്ദത്ത് പടിക്കൽ, കഴിഞ്ഞ വർഷവും 500 റൺസ് വിജയ് ഹസാരെ ട്രോഫിയിൽ എടുത്ത ദേവ്ദത്ത് പടിക്കൽ ഈ വർഷം 5 ഇന്നിങ്സുകളിൽ നിന്ന് ഗ്രൂപ്പ് സ്റ്റേജിൽ മാത്രം സ്കോർ ചെയ്തത് 572 റൺസാണ്, വിച്ച് ഇസ് മാസീവ്. 572 ഫ്രം ജസ്റ്റ് 5 ഗെയിംസ്. അതിൽ 2 ഹാഫ് സെഞ്ചുറിയിൽ തുടങ്ങി, പിന്നെ ചേർത്തുകൊണ്ട് 3 സെഞ്ചുറി. ആ കൺസിസ്റ്റൻസി ആൻഡ് പ്രത്യേകിച്ച് ഇന്നിങ്സ് ബിൽഡ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് സെഞ്ചുറി സ്റ്റേജിനൊക്കെ ശേഷം പുള്ളി ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങി. ദേവ്ദത്ത് പടിക്കലിൻ്റെ ഈ പെർഫോമൻസോട് കൂടി ടീം ഇന്ത്യ കളേഴ്സിൽ 1 ഡേ കളിക്കാനായിട്ട് ദേവ്ദത്ത് പടിക്കലിനെ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു ശബ്ദം പല ക്രിക്കറ്റിംഗ് കോർണേഴ്സിൽ നിന്നും കേട്ടു തുടങ്ങിയിട്ടുണ്ട്. മറു സൈഡിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ഉത്തർപ്രദേശിൻ്റെ ശിവം ശർമ്മയാണ്. ഒരു ഫൈൻ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ വിജയ് ഹസാരെ ട്രോഫിയുടെ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും 2 യങ്സ്റ്റേഴ്സ്, 20 വയസ്സ് മാത്രം, 2 20-year-olds, 20 വയസ്സ് മാത്രം പ്രായമുള്ള 2 പ്ലേയേഴ്സാണ്. ബേസിക്കലി പറഞ്ഞാൽ ഇന്ത്യയുടെ അടുത്ത ഒരു ജനറേഷൻ വളർന്നു വരുന്നതിൽ വി ഹാവ് എ ഫ്യൂ സ്ട്രോങ് ഇൻട്രസ്റ്റിംഗ് നെയിംസ്. സോ ലെറ്റ്സ് ലുക്ക് ഫോർവേഡ് ആൻഡ് അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് വിൽ ഹാവ് എ ഫെയർ ഐഡിയ അബൌട്ട് എന്താണ് വിജയ് ഹസാരെ ട്രോഫിയുടെ ആ ഒരു ഫൈനലിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ്. ക്വാർട്ടർ ഫൈനൽ മാച്ചസ് വിൽ ബി ഡൺ. സോ വിൽ ടോക്ക് അബൌട്ട് ദാറ്റ്. നെക്സ്റ്റ് അപ്പ് ഈസ് ടീം ഇന്ത്യ ഇൻ വൈറ്റ്സ്. ഇൻ്റർനാഷണൽ കളേർഡ് ബോൾസിലേക്ക് വരികയാണ്. അതായത് പിങ്ക് ആണെങ്കിലും റെഡ് ആണെങ്കിലും വൈറ്റ് ബോളിൽ നിന്ന് മാറിയുള്ള ഗെയിം പറയുമ്പോഴത്തേക്കും ആദ്യം ഈ ഒരു സീരീസിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു പേര് അക്ഷർ പട്ടേലിൻ്റെയാണ്. ആലോചിച്ച് നോക്കുക, രവീന്ദ്ര ജഡേജ ഒരുപക്ഷെ ഇനിയിപ്പോൾ ഇഞ്ചുറി ഫ്രീ ആയിട്ട് വരുമ്പോൾ വിൽ ഹി ഫൈൻഡ് എ പ്ലേസ് എന്ന് പറയുന്ന രീതിയിലാണ് അക്ഷർ പട്ടേലിൻ്റെ പെർഫോമൻസുകൾ വന്നത്. ഐ മീൻ പിങ്ക് ബോൾ മാച്ചിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സിൽ 6 വിക്കറ്റ്, സെക്കൻഡ് ഇന്നിങ്സിൽ 5 വിക്കറ്റ്. ബ്രില്യൻ എക്സിക്യൂഷൻ ആയിരുന്നു അക്ഷർ പട്ടേൽ. പക്ഷേ അക്ഷർ പട്ടേലിൻ്റെ നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ റിസ്റ്റ് വർക്ക് കാരണം പ്രത്യേകിച്ച് പിങ്ക് ബോൾ പിച്ചിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് വേഗം വരുന്നതാണ്. ഈ ഒരു പിച്ചായിരുന്നു ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ. കാരണം 2 ദിവസം കൊണ്ട് പിങ്ക് ബോൾ മാച്ച് തീർന്നിട്ട് പോലും ഫുൾ ചർച്ച എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരുക്കിയ പിച്ചുകളെ പറ്റിയിട്ടാണ്. ഒരുപാട് ആർഗ്യുമെൻറ്റ്സ്, കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ്, ടു ആൻഡ് ഫ്രോ ആൻഡ് ഒരുപാട് വർത്തമാനങ്ങൾ. അതിൽ ഒരെണ്ണം അജിങ്ക്യ രഹാനെ പറഞ്ഞൊരു വർത്തമാനമാണ്. പുള്ളി പറയുന്നു, ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, ഫോർ എക്സാമ്പിൾ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ന്യൂസിലൻഡ് പോലെ ഒരുപാട് സ്വിങ് ചെയ്യുന്ന കണ്ടീഷൻസിൽ പോകുമ്പോഴത്തേക്കും അവിടെ നമ്മൾ തുച്ഛമായിട്ട്, ഇപ്പോൾ ഇംഗ്ലണ്ട് ഇന്ത്യയിൽ ഔട്ടായതുപോലെ തുച്ഛമായിട്ട് ഔട്ടായി കഴിഞ്ഞാൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് സ്വിങ് ബോളിംഗ് കളിക്കാനുള്ള ടെക്നീക്ക് അറിയില്ല, അല്ലെങ്കിൽ ടെക്നിക്കലി
മോശമാണ് എന്നുള്ളതാണ് വർത്തമാനം. അവരിവിടെ വരുമ്പോഴത്തേക്കും അവരുടെ സ്പിൻ കളിക്കാനുള്ള ടെക്നിക്കിന് പറയുന്നതിന് പകരമായിട്ട് ഒരുപക്ഷെ ഇവിടുത്തെ പിച്ചുകളെ കുറ്റം പറയുന്നു എന്നൊരു വർത്തമാനം. വെൽ, ട്രൂ പോയിന്റ്. ആ പറയുന്നതിലൊരു പോയിന്റ്. മറു സൈഡിൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ പിച്ച് തന്നെ ഇത്രയും എക്സ്പ്ലോഡ് ചെയ്യുന്ന രീതിയിൽ ഡസ്റ്റ് പറക്കുക ബോൾ പിച്ച് ചെയ്യുന്ന സ്ഥലത്തെന്ന് പറയുന്ന അത്രയും ഡിറ്റീറേറ്റ് ചെയ്യുന്ന ഒരു പിച്ചുമായിട്ട് വരരുത് എന്ന് പറയുന്ന ഒരു സാധനമാണ്. കാരണം സ്വിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ പോലും ബോൾ ആദ്യം സ്വിങ് ചെയ്ത് ബോളിൻ്റെ കണ്ടീഷൻ കുറച്ച് ഓൾഡ് ആകുമ്പോഴത്തേക്കും ബാറ്റിങ്ങിന് കുറച്ചും കൂടി ഈസി ആവും. പക്ഷേ സ്പിന്നിന് ഇത്രയും ഹെൽപ്ഫുൾ ആകുമ്പോഴത്തേക്കും ഓരോ ബോൾ കഴിയുന്തോറും അത്രയും ഡിഫിക്കൽട്ടായിക്കൊണ്ടിരിക്കും ഫോർ എ ബാറ്റ്സ്മാൻ. ഇതൊരു ബാറ്റ്സ്മാൻ ഡോമിനേറ്റഡ് ഗെയിം ആയതുകൊണ്ടാണ് ബൗളേഴ്സിന് ഹെൽപ്പ് കിട്ടുന്ന അവസ്ഥ വരുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഇത്രയും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിംഗ് കമ്മ്യൂണിറ്റി രണ്ടായിട്ട് സ്പ്ലിറ്റായി നിൽക്കുകയാണ്. ഹോം കണ്ടീഷൻസിൽ അവർക്ക് ഇഷ്ടമുള്ള പിച്ച് ഉണ്ടാക്കാം. പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാട് കോഹ്ലി എന്ന ഇന്ത്യൻ ക്യാപ്റ്റനും അതുപോലെ തന്നെ രോഹിത് ശർമ്മ എന്ന സീനിയർ പ്ലെയർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളൊരു വർത്തമാനമാണ്. രണ്ട് ടീമിലെയും ബാറ്റ്സ്മാൻമാർ പ്രോപ്പറായിട്ട് കളിച്ചില്ല എന്നുള്ളത്. ആ പിച്ചിൽ ശരിയാണ് പറയുന്നത് ഹെൽപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അവർ ആ പിച്ചിനനുസരിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തില്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കാരണം രോഹിത് ശർമ്മ ആസ് എ ബാറ്റ്സ്മാൻ ഫസ്റ്റ് ഇന്നിങ്സിലും എന്താ പറയുക ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സെഞ്ചുറിയോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഹാഫ് സെഞ്ചുറി നോക്ക് കളിച്ചു. സെക്കൻഡ് ഇന്നിങ്സിൽ പുള്ളിക്കാരൻ ഗെയിം ജയിപ്പിക്കാൻ വേണ്ടി കളിച്ച ആ ഒരു ഫ്യൂ റൺസ് ആണെങ്കിൽ പോലും അതൊരു ഹാഫ് സെഞ്ചുറി അടിക്കുന്നതിൻ്റെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിം, അതും അത്യാവശ്യം ത്രൂ ഹിസ് ഷോട്ട്സ് രോഹിത് ശർമ്മ പോയി കളിച്ചു. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ. ഒന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ആ പിച്ചിനനുസരിച്ചുള്ള ചെറിയ ടെക്നിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തണം എന്നുള്ളതാണ്. മാത്രമല്ല 30 വിക്കറ്റുകൾ ആ പിങ്ക് ബോൾ മാച്ചിൽ വീണതിൽ 21 വിക്കറ്റും ടേൺ ചെയ്ത ബോളിലല്ല, ബോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോയി. അതായത് ബോൾ ടേൺ ചെയ്യും എന്ന് പറഞ്ഞ് ബോൾ ചിലപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് ടേൺ ചെയ്യുമ്പോൾ ഈ ദിശയിൽ വരുമെന്നും പറഞ്ഞ് ബാറ്റ്സ്മാൻ കളിച്ചപ്പോൾ അങ്ങനെ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചാണ് ആ വിക്കറ്റ് വീണത്. 21 ഔട്ട് ഓഫ് 30 വിക്കറ്റ്സ് ഈ പറഞ്ഞ പോലെ ടേണിംഗ് ബോളിലല്ല സ്ട്രെയിറ്റ് വന്ന ഡെലിവറീസിലാണ് അവർ ഔട്ടായത് എന്ന് പറയുന്നത്. രണ്ട് ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിൻ്റെയും പ്ലെയേഴ്സിൻ്റെ. സോ പിച്ച് എന്ന് പറയുന്നത് ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വർത്തമാനങ്ങൾ വന്നിട്ടുണ്ട്. ബട്ട് സോ ഫാർ അതിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമോ അല്ലെങ്കിൽ അതിലൊരു അനക്കമോ ഉണ്ടാവുന്നില്ല. അൺലെസ് മേ ബി ചിലപ്പോൾ ICC കംസ് ഔട്ട് വിത്ത് എ റൂൾ. ലെറ്റ്സ് സീ അതിനിപ്പോൾ എന്താണ് വരാൻ പോകുന്നത് നമുക്ക് കണ്ടറിയണം. പക്ഷേ ഒരു കാര്യം ഈസ് ഫോർ ഷുവർ, ടീം ഇന്ത്യ വാസ് ബെറ്റർ എക്യുപ്ഡ് ടു പ്ലേ ഇൻ സച്ച് ഡിഫിക്കൽട്ട് ടേണിംഗ് ട്രാക്സ് ആൻഡ് വെൽ പ്ലേഡ് ടു ആക്ച്വലി ഗ്രാബ് ദാറ്റ് വിൻ. അതായത് ഇന്ത്യയിൽ നടന്ന 2 പിങ്ക് ബോൾ മത്സരങ്ങളും വളരെ കംഫർട്ടബിളായിട്ട്, അതും ഈ പറയുന്ന പോലെ മൂന്നാമത്തെ ദിവസം പോവാതെ തന്നെ ഗെയിം ജയിക്കാൻ വേണ്ടി ടീം ഇന്ത്യക്ക് ആയി എന്ന് പറയുന്നത് വെൽ ഹാറ്റ്സ് ഓഫ്. സോ ഇന്ത്യ അഹമ്മദാബാദിൽ നേടിയതുപോലെ തന്നെ 10 വിക്കറ്റിൻ്റെ ജയം കണ്ട മറ്റൊരു ടെസ്റ്റ് മത്സരവും ഈ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ്ലി ബാറ്റ്സ്മാൻമാർ മൊത്തം സ്ട്രഗിൾ ചെയ്ത് ബൗളർമാർക്ക് ഒരുപാട് പ്രത്യേകിച്ച് സ്പിന്നേഴ്സിന് വിക്കറ്റ് കിട്ടിയ ആ ഒരു അബുദാബി പിച്ചിനെ പറ്റിയിട്ട് ആരും കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ സിംബാബ്വെ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ ടെസ്റ്റ് മാച്ച്. അഫ്ഗാനിസ്ഥാന് കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ അവരുടെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ അവരുടെ സ്ട്രോങ് പോയിൻ്റായ റാഷിദ് ഖാൻ ഒരു ഫിംഗർ ഇഞ്ചുറി കാരണം ആ ടെസ്റ്റ് മത്സരം കളിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ തളർത്തി കാണും. ബട്ട് എന്നാൽ പോലും അവരുടെ ബൗളിംഗ് ഈ പറയുന്ന പോലെ അത്യാവശ്യം ലീഗുകൾ കളിച്ച് എക്സ്പീരിയൻസ് മേടിച്ചിട്ടുള്ള ഒരു യൂണിറ്റാണ്. വെരി ഫിറ്റ്, വെരി സ്ട്രോങ് ഹിറ്റേഴ്സ് അവർക്കുണ്ടായിരുന്നു. ബട്ട് നോബഡി കെയിം ഗുഡ് വിത്ത് ദ ബാറ്റ്. കാരണം വെറും 131 റൺസിന് അഫ്ഗാനിസ്ഥാൻ്റെ ആദ്യ ഇന്നിങ്സ് കംപ്ലീറ്റ് ആയിട്ട് റാപ്പായി. അവിടെയും 4 വിക്കറ്റ് നേടിയത് ബ്ലെസ്സിങ് മസറബാനി എന്ന് പറയുന്ന ബോളർ നേടിയ 4 വിക്കറ്റാണ്. തിരിച്ച് ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കാണ്, അതായത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഡിഫിക്കൽട്ട് ഒരു കണ്ടീഷനിൽ എങ്ങനെ രോഹിത് ശർമ്മ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചു, അതുപോലെ തന്നെ സിംബാബ്വെ ക്യാപ്റ്റൻ ഷോൺ വില്യംസിൻ്റെ സെഞ്ചുറി ഓൺ എ വെരി ഡിഫിക്കൽട്ട് പിച്ച് വാസ് ദ ചേഞ്ച്. ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് സിംബാബ്വെക്ക് ഒരു മുൻതൂക്കം നൽകിയത് ആ ഒരു സെഞ്ചുറി, അതിൻ്റെ ഒരു സഹായത്തോടു കൂടി 250 റൺസ് എന്ന ആ ഒരു കണ്ടീഷനിൽ ആ ഒരു പിച്ചിൽ എഗെയിൻസ്റ്റ് 131, ദാറ്റ് 250 വാസ് മാസീവ്. ഈ പറഞ്ഞ പോലെ അമീർ ഹംസയുടെ 6 വിക്കറ്റുകൾ അഫ്ഗാനിസ്ഥാൻ ഒരു മുതൽക്കൂട്ടായെങ്കിൽ പോലും ദാറ്റ് 250 വാസ് എ സോളിഡ് സ്കോർ. രണ്ടാമത് ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഇബ്രാഹിം സാഡ്രാൻ്റെ ഒരു ഹാഫ് സെഞ്ചുറി 76 റൺസ് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കൂടെ പുള്ളിക്ക് സപ്പോർട്ടിന് ഒരുപാട് പ്ലെയേഴ്സിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തത് കാരണം വീണ്ടും വെറും നിസ്സാരമായ 135 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു അഫ്ഗാനിസ്ഥാൻ. സോ ബേസിക്കലി സിംബാബ്വെ ഹാഡ് ഇറ്റ് ഈസി.
രണ്ടാമത്തെ ഇന്നിങ്സിൽ കളിക്കാൻ വന്നപ്പോഴത്തേക്കും 17 റൺസ് മാത്രം അവർക്ക് ജയിക്കാൻ വേണ്ടി മതിയായിരുന്നു. അത് അവർ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ എടുക്കുകയും നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്ത്യ എങ്ങനെ 10 വിക്കറ്റ് ജയിച്ചു അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് സിംബാബ്വേയുടെ എവേ ടൂർണമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ സിംബാബ്വേയും അവിടെ 10 വിക്കറ്റിൻ്റെ ഒരു വിജയം കണ്ടെത്തുകയായിരുന്നു. മേ ബി ഈ പറഞ്ഞ പോലെ ഇഫ് റാഷിദ് ഖാൻ കംസ് ബാക്ക് തിങ്സ് കുഡ് ബി ഡിഫറെൻറ്റ്. വി വിൽ വെയിറ്റ് ആൻഡ് വാച്ച്. ബട്ട് കൺഗ്രാറ്റുലേഷൻസ് ടു ടീം സിംബാബ്വെ. എന്തായാലും ഉറപ്പാണ് അടുത്ത വരാൻ പോകുന്ന പല വർഷങ്ങളിലും സ്പോർട്സ് ക്വിസിലൊക്കെ ഫീച്ചർ ചെയ്യുന്ന ഒരു ഗെയിം, ഒരു പേര്. അഖില ധനഞ്ജയ എന്ന ശ്രീലങ്കൻ സ്പിന്നർ ഒരുപക്ഷെ രാത്രി ഉറക്കമില്ലാത്തൊരു രാത്രിയായിരിക്കും. ഒരു സൈഡിൽ ഈ പറയുന്ന പോലെ മധുരിച്ചിട്ട് എന്താ പറയുക, ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന പോലത്തെ ഒരു സ്റ്റോറി ഉണ്ടല്ലോ. സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഇന്നേ വരെ നടക്കാത്ത ഒരു വർത്തമാനമായിരുന്നു. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹാട്രിക്ക് നേടാൻ പറ്റാം. തൊട്ടടുത്ത ഓവറിൽ തന്നെ ആലോചിച്ച് നോക്കുക, 6 ബോളുകളും സിക്സർ വഴങ്ങേണ്ടി വന്ന ഒരു ബോളറിൻ്റെ ഒരു അവസ്ഥയായിരുന്നു അഖില ധനഞ്ജയുടെ. ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ എൻറ്റയർ സ്റ്റോറി. ഓക്കെ, വെസ്റ്റ് ഇൻഡീസും ശ്രീലങ്കയും തമ്മിൽ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങ് വെസ്റ്റ് ഇൻഡീസ് വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. വെസ്റ്റ് ഇൻഡീസുകാരുടെ കഴിഞ്ഞ കുറേ വർഷമായിട്ട് അവരുടെ ഇൻറ്റേർണൽ ക്രിക്കറ്റിംഗ് പൊളിറ്റിക്സ് കാരണം പ്രോപ്പർ അവരുടെ ഫസ്റ്റ് ടീം വെച്ചല്ല, നമ്മൾ പലപ്പോഴും പേര് പോലും കേട്ടിട്ടില്ലാത്ത പ്ലെയേഴ്സിനെയൊക്കെ കൊണ്ടുവന്നായിരുന്നു പല ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളും സീരീസുകളും വെസ്റ്റ് ഇൻഡീസ് കളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ വരാൻ പോകുന്ന വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് അവരുടെ T20 ടീമിൻ്റെ മഹാരഥന്മാരെ, അത് അവരുടെ ബിഗ് ബീസിനെ ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാഴ്ച കാണാൻ പറ്റി. കാരണം ക്രിസ് ഗെയിൽ ഉൾപ്പെടെയുള്ള പ്ലെയേഴ്സ് വെയർ ബാക്ക് ഇൻ ദെയർ നാഷണൽ കളേഴ്സ്. ആലോചിച്ച് നോക്കാം, ക്രിസ് ഗെയിൽ തിരിച്ചു വന്നു, നിക്കോളസ് പൂരൻ വാസ് ബാക്ക്, ഡ്വെയ്ൻ ബ്രാവോ തുടങ്ങിയിട്ടുള്ള, അതായത് കെറോൺ പൊള്ളാർഡ് തുടങ്ങിയിട്ടുള്ള അവരുടെ സ്ട്രോങ് പ്ലെയേഴ്സ് എല്ലാവരും തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ബൂസ്റ്റാണ് ഫോർ വെസ്റ്റ് ഇൻഡീസ്. ആൻഡ് ഹൗ ഡിഡ് ദ ഗെയിം ഗോ? ശ്രീലങ്ക വളരെ സ്ട്രഗിളിംഗ് ടീമാണ്. അവർക്ക് പുതിയ കുറേ പ്ലെയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ശ്രീലങ്കയ്ക്ക് വിചാരിച്ച രീതിയിൽ ഒരു ആക്സലറേഷൻ കിട്ടിയില്ല. അവരുടെ ഓപ്പണർ കൂടിയായ ഒരു വിക്കറ്റ് കീപ്പർ നിരോഷൻ ഡിക്വെല്ല അത്യാവശ്യം ഒരു സ്റ്റാർട്ട് കൊടുക്കാൻ നോക്കി. അവരുടെ ഫസ്റ്റ് മാച്ച് കളിക്കുന്ന ഒരു പുതിയ പ്ലെയർ ഉണ്ട്, നിസംഗ, ഓൾസോ ആക്ച്വലി പ്ലേഡ് എ ഗുഡ് ഹാൻഡ്. പക്ഷേ എന്നാൽ പോലും വെറും 131 എന്ന് പറയുന്ന ഒരു സ്കോർ മാത്രം T20യിൽ എഗെയിൻസ്റ്റ് എ ഹാർഡ് ഹിറ്റിംഗ് വെസ്റ്റ് ഇൻഡീസ്. ദാറ്റ് വാസ് എ വെരി ലോ സ്കോർ എന്ന് പറയേണ്ടി വരും. വെസ്റ്റ് ഇൻഡീസ് ബാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യം മുതൽ അറ്റാക്ക് മോഡിലാണ് വെസ്റ്റ് ഇൻഡീസ് കളിച്ചത്. ഫുൾ ഓൺ അറ്റാക്ക് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.1 ഓവർ ആയപ്പോഴത്തേക്കും അവർ 52 എന്ന സ്കോറായിരുന്നു. ആ 4ാമത്തെ ഓവർ എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അഖില ധനഞ്ജയ. ആലോചിക്കുക, 3.1 ഓവേഴ്സ് സ്കോർ 52. അവിടെ നിന്ന് ചേർത്തുകൊണ്ട് 3 ബോളിൽ വിക്കറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ലിവിസ് വാസ് ഓൺ ബ്ലിസ്റ്ററിംഗ് ഫോം. വലിയ ഷോട്ട്സ് കളിച്ച് സ്കോർ ചെയ്ത ലിവിസിനെ ബൗണ്ടറി പായിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബൗണ്ടറിയിൽ വെച്ച് ക്യാച്ച് എടുക്കുന്നു. ബോൾ 3.2 ഫസ്റ്റ് വിക്കറ്റ്. ക്രിസ് ഗെയിൽ കുറേ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം വെസ്റ്റ് ഇൻഡീസ് കളേഴ്സിൽ കളിക്കാൻ വേണ്ടി വരുന്നു. നമുക്കറിയാം പല ലീഗുകളിൽ കളിക്കുന്നതുകൊണ്ട് അങ്ങനെ ഔട്ട് ഓഫ് ഫോം ഒന്നുമല്ല, പല ലീഗുകളിലും മാച്ച് വിന്നിങ് ബിഗ് സിക്സറുകൾ ഉൾപ്പെടെയുള്ള നോക്ക് ക്രിസ് ഗെയിൽ കളിക്കുന്നുണ്ട്. ക്രിസ് ഗെയിലിനെ ലെഗ് ബിഫോർ കൊടുക്കുമ്പോഴത്തേക്കും ബോൾ 3.3 2 വിക്കറ്റുകൾ ചേർത്തുകൊണ്ട് കിട്ടി. മേ ബി ചിലപ്പോൾ ക്രിസ് ഗെയിലിൻ്റെ തുടക്കം കുറച്ച് സ്ലോ ആകുമെന്നൊക്കെ ഉള്ള ഒരു കൺസിഡറേഷനിൽ ആൾക്കാർ കളഞ്ഞു. പക്ഷേ നിക്കോളസ് പൂരൻ ഇപ്പോൾ വേൾഡ് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഹാർഡ് ഹീറ്ററാണ്. എല്ലാവരും എക്സ്പെക്റ്റഡ് ഒരു ഹാട്രിക് എന്ന ചിന്ത പോലും ആരുടെ മനസ്സിൽ പോയില്ല. പക്ഷേ ഹി പ്ലേഡ് എ ബോൾ സ്ട്രെച്ച് ചെയ്ത് കളിച്ച് ആ 3ാമത്തെ ബോൾ, അതായത് ബോൾ നമ്പർ 3.4 അഖില ധനഞ്ജയെ മൊത്തം സ്വർഗത്തുല്യനായ സന്തോഷത്തിൽ എത്തിച്ച രീതിയിൽ ആ ഒരു ഹാട്രിക് കംപ്ലീറ്റ് ചെയ്തു. ഫാന്റാസ്റ്റിക് മൊമെൻറ്റ്സ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ലൈവായിട്ട് ഗെയിം റിപ്പോർട്ട് ചെയ്യുന്ന കളിക്കാർക്ക് ഈ ഒരു വർത്തമാനം, അതായത് ഒരു ഓവറിൽ 3 വിക്കറ്റുകൾ നേടി വെസ്റ്റ് ഇൻഡീസിൻ്റെ ആ ഒരു ചേസ് തകർത്തു എന്നവർ റിപ്പോർട്ട് ചെയ്ത് കഴിയുന്നതിന് മുമ്പ് അടുത്ത ഓവറിലെ ചേർത്തുകൊണ്ട് 6 ബോളുകളും 6 വഴങ്ങേണ്ടി വന്നു. കെറോൺ പൊള്ളാർഡ്, നമുക്കറിയാം പൊള്ളാർഡിൻ്റെ ഒരു ഹിറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാസീവാണ്. സെയിം ബോളർ ഹാട്രിക്ക് നേടി ആ കോൺഫിഡൻസ് വന്ന ബോളറിനെ അടുത്ത ഓവറിൽ 6 ബോളുകളും സിക്സർ അടിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. 5ാമത്തെ ബോൾ വാസ് എ ഗുഡ് ബോൾ. ബാക്കി ഈ പറയുന്ന പോലെ നമ്മൾ പ്രാക്ടീസിന് ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ നെറ്റ്സിൽ നല്ല ബോൾ എറിയുമ്പോൾ പോലും അവരിങ്ങനെ എറിയില്ല. ഇത് മറ്റേ ബാറ്റിംഗ് പ്രാക്ടീസിന് വേണ്ടി ബാറ്റിംഗ് കോച്ച് ഫീഡ് ചെയ്യുന്ന പോലെ ആ ഒരു പൊള്ളാർഡിൻ്റെ ഹിറ്റിംഗ് ആർക്കിലാണ് ആ 6ൽ 5 ബോളും എറിഞ്ഞതുണ്ട്. അതും അത്രയും ഒരു ഹിറ്റിംഗ് കപ്പാസിറ്റിയിൽ പൊള്ളാർഡ് നിൽക്കുമ്പോൾ അൺബിലീവബിൾ. നോ, ഈ ഒരു ഓവറിൽ 6 സിക്സ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഇത് 3ാമത്തെ തവണയാണ് സംഭവിക്കുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ ഒന്ന് ഹിസ്റ്ററി റീവൈൻഡ് ചെയ്ത് നോക്കണം. 2007 വേൾഡ് കപ്പിൽ നെതർലൻഡ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് സൗത്ത് ആഫ്രിക്കൻ ഓപ്പണർ ഹെർഷൽ ഗിബ്സ് അടിച്ച 6 സിക്സർ. വെൽ, ദാറ്റ് വാസ് എഗെയിൻസ്റ്റ് എ ലെസർ ടീം.
ബട്ട് 2007 അതേ വർഷം നടന്ന ആദ്യത്തെ 2020 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് പോലത്തെ ഒരു ടീം സ്റ്റുവർട്ട് ബ്രോഡ് പോലൊരു ബോളർ, ആ ബോളറിനെ ശക്തനായ ഒരു പ്ലെയറിനെയാണ് യുവരാജ് സിംഗ് ക്ലാസിക് ഷോട്ടുകളോടുകൂടി ഒരു ഓവറിൽ 6 സിക്സർ അടിച്ചത്. ഒരു ഇന്ത്യക്കാരനും അത് ഒരിക്കലും ആ ഗെയിം കണ്ടിട്ടുണ്ടെങ്കിൽ യു വിൽ നെവർ എവർ ഫോർഗെറ്റ് ദാറ്റ്. വാട്ട് എ ഡേ അല്ലേ. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 13 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഈ ആഴ്ച. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെറോൺ പൊള്ളാർഡ് അഖില ധനഞ്ജയനെ ആ ഒരു സിക്സർ അടുപ്പിച്ചു. പക്ഷേ ഒരു ഹാട്രിക് ബോളറിനെ അടുത്ത ഈ പറയുന്ന പോലെ ഓവറിൽ തന്നെ 6 സിക്സർ പായിച്ചത് ചരിത്രത്തിൽ ആദ്യം. അവസാനത്തേണ്ടെന്ന് പറയാൻ പറ്റില്ല, ബട്ട് വിൽ റിമെമ്പർ കെറോൺ പൊള്ളാർഡ്സ് നെയിം ആൻഡ് ഓൾസോ അഖില ധനഞ്ജയസ്. പക്ഷേ എന്തായാലും ആ ഒരു പൊള്ളാർഡിൻ്റെ മാസ്റ്റർ ഹിറ്റിങ്ങോട് കൂടി കംഫർട്ടബിളായിട്ട് ആ സ്കോർ ചേസ് ചെയ്ത് വെസ്റ്റ് ഇൻഡീസ് ആ ഗെയിം ജയിക്കുകയും ചെയ്തു. ബട്ട് വിൽ ഓൾവേസ് റിമെമ്പർ ദിസ് ഗെയിം ഫോർ 2 names. One is അഖില ധനഞ്ജയ, സെക്കൻഡ് വൺ കെറോൺ പൊള്ളാർഡ്. ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ ഏറ്റവും നല്ല വൈറ്റ് ബോൾ ടീംസിൽ ഒരെണ്ണമാണ്. പക്ഷേ മാത്രമല്ല വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോലും ഇവർ ഫൈനലിൽ ഏറ്റുമുട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഒരു സൈഡിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവർ തമ്മിലുള്ള മൂന്നാമത്തെ 2020 മാച്ച് നടക്കുന്നത് ന്യൂസിലൻഡ് വെച്ചിട്ടാണ്. ആദ്യത്തെ 2 കളിയും ന്യൂസിലൻഡ് ജയിച്ചു. അതുകൊണ്ട് ഓസ്ട്രേലിയയ്ക്ക് ടൂർണമെൻറ്റിൽ ഈ സീരീസ് ലൈവായിട്ട് നിർത്താൻ മൂന്നാമത്തെ ഗെയിം ജയിച്ചേ മതിയാവുള്ളായിരുന്നു. ബാറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം വന്നപ്പോൾ തന്നെ ടോട്ടലി ഔട്ട് ഓഫ് ഫോമായി നിന്ന അവരുടെ ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ച് പക്ഷേ ഇത്തവണ ചെറിയ ടെക്നിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുത്തി ആദ്യം ആ സ്വിംഗിങ് ബോളിനെയൊക്കെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഹി കെയിം ഔട്ട് വിത്ത് എ ബ്രില്യൻ നോക്ക് ഓഫ് 69. പക്ഷേ 70 റൺസ് എടുത്ത ഗ്ലെൻ മാക്സ്വെൽ എന്നവരുടെ ഓൾറൗണ്ടറിൻ്റെ ആ ഒരു ഹിറ്റിംഗ് കപ്പാസിറ്റി, ഇടയ്ക്കൊരു സമയത്ത് മാക്സ്വെല്ലും ഫിഞ്ചും കൂടെ ബാറ്റ് ചെയ്തപ്പോഴത്തേക്കും പലപ്പോഴും അവരുടെ പ്രോപ്പർ ഷോട്ട്സിനേക്കാളും പകരം റിവേഴ്സ് ഹാൻഡ്, അതായത് തിരിച്ച് റിവേഴ്സ് സ്വീപ്പ് പോലെ ബാറ്റിൻ്റെ പിടി മാറ്റിയുള്ള ഷോട്ട്സ് 2 ബാറ്റ്സ്മാൻമാരും എടുക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കായിരുന്നു ദാറ്റ് വാസ് ബിക്കമിങ് ദ നോർമൽ. അതായത് ഒരു ലെഗ് ബ്രേക്ക് ബോളർ ഓവറിൽ 2 ബോൾ മാത്രമേ ലെഗ് ബ്രേക്ക് എറിയുള്ളൂ, അതിനേക്കാളും കൂടുതൽ ഗൂഗിളി എറിയും എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഈ 2 ബാറ്റ്സ്മാരും കൈ മാറിയുള്ള സ്വിച്ച് ഹിറ്റ്സ് അല്ലെങ്കിൽ റിവേഴ്സ് സ്വീപ്പ് ഷോട്ട്സിലേക്ക് പോകുന്നത്. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് 2020 ആണ്, എൻ്റർടൈൻമെൻ്റ് ആണ്, ഷോ മാൻ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. സോ ഈ 69 റൺസ് ഫ്രം ഫിഞ്ച് ആൻഡ് 70 ഫ്രം ഗ്ലെൻ മാക്സ്വെല്ലിൻ്റെയൊക്കെ ഒരു സഹായത്തോടു കൂടി ഒരു മാസീവ് 208 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയൻ ടീം. അതിലും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ജിമ്മി നീഷം എന്ന ഓൾറൗണ്ടർ ഹൂ ഇസ് ഓൾസോ അഗെയിൻ എ ഹാർഡ് ഹീറ്റിംഗ് ബാറ്റ്സ്മാൻ ആസ് വെൽ. പുള്ളിക്കാരൻ്റെ ഒരു ഓവറിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ബോളും 4ഉം 6ഉം അടിച്ചു. 28 റൺസാണ് ആ ഒരൊറ്റ ജിമ്മി നീഷം ഓവറിൽ നേടിയത്. ആര്? യെസ്, ഗ്ലെൻ മാക്സ്വെൽ. അപ്പോൾ 208 എന്ന് പറയുന്നത് ന്യൂസിലൻഡിലെ ഗ്രൗണ്ടുകൾ അങ്ങനെ വലിയ മാസീവ് ഗ്രൗണ്ടുകളല്ല. ന്യൂസിലൻഡ് നല്ല ഹിറ്റിംഗ് കപ്പാസിറ്റിയുള്ള പ്ലെയേഴ്സും ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ആ ഒരു സ്റ്റാർട്ട്, ഫോർ എക്സാമ്പിൾ 43 റൺസ് അവരുടെ ഓപ്പണർ കഴിഞ്ഞ ഗെയിമിൽ ഈ പറയുന്ന പോലെ ഹാർഡ് ഹീറ്റിംഗ് റൺസ് സ്കോർ ചെയ്ത് ഇൻഫോമായിട്ട് നിൽക്കുന്ന മാർട്ടിൻ ഗപ്റ്റിൽ അടിച്ചുവെങ്കിൽ പോലും പുള്ളിക്കാരന് ഗെയിം ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഓൾസോ ആദ്യത്തെ ഗെയിമിൽ അവരുടെ സ്റ്റാർ ആയിട്ടിരുന്ന ഡെവോൺ കോൺവേ പോലും ഒരു 38 റൺസ് എടുത്തു. ആ സ്റ്റാർട്ടും തിരിച്ച് ഒരു ബിഗ് സ്കോറിലേക്ക് ആകാൻ പറ്റില്ല. കാരണം മറു സൈഡിൽ നിന്ന് ഓസ്ട്രേലിയക്ക് വളരെ റെയർ ആയിട്ട് മാത്രം 2020 ക്രിക്കറ്റിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സാധനമാണ് ഒരു ബൗളർ. ആലോചിച്ചൊക്കെ 4 ഓവർ മാത്രമാണ് 2020 ഒരു ബോളറിന് കിട്ടുക. അതിലൊരു 6 വിക്കറ്റ് നേട്ടം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റേജിൽ ഇറ്റ്സ് എ റെയറസ്റ്റ് ഓഫ് റെയർ ഓക്കറൻസസ്. ബട്ട് ആഷ്ടൺ ആഗർ 30 റൺസ് വിട്ടുകൊടുത്തിട്ട് 6 വിക്കറ്റുകൾ നേടിയാണ് ശരിക്കും ന്യൂസിലൻഡിൻ്റെ ആ ഒരു ചേസിന് കംപ്ലീറ്റ് ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. 144 വാസ് വാട്ട് ദാറ്റ് മാനേജ് ആൻഡ് ഒരു മാസീവ് 64 റൺസിൻ്റെ ജയം, 64 റൺസിൻ്റെ ഒരു ഹ്യൂജ് ജയം പോക്കറ്റിലിടുകയായിരുന്നു അവിടെ ടീം ഓസ്ട്രേലിയ. 6 വിക്കറ്റുകൾ എന്ന റെയർ ഒക്കറൻസിന് ആഷ്ടൺ ആഗർ വാസ് അഡ്ജസ്റ്റ് ദ മാൻ ഓഫ് ദ മാച്ച്. സോ ബിഫോർ വി ഗോ, ഫുട്ബോളിൻ്റെ ചില ഇൻട്രസ്റ്റിംഗ് വർത്തമാനങ്ങൾ. ഒന്ന്, മാഞ്ചസ്റ്റർ സിറ്റി എന്ന ടീമിൻ്റെ ഫോം ഈസ് ടു ഡൈ ഫോർ. ഐ മീൻ ദേ ആർ ജസ്റ്റ് ഒരു ബ്രില്യൻ ഫേസിലൂടെ കടന്നു പോവുകയാണ്. എല്ലാ മത്സരങ്ങളും ജസ്റ്റ് ജയിക്കുക എന്ന് മാത്രമല്ല കൺവിൻസിംഗ് ആയിട്ട് ജയിക്കുക. വേ ദ ഡിഫൻസ് ഇസ് റോക്ക് സോളിഡ് ആൻഡ് അറ്റാക്ക് ഈസ് ജസ്റ്റ് ഈസി ഓൺ യുവർ ഐസ്. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഗെയിമിൽ വൂൾസിനെ 4-1 മാഞ്ചസ്റ്റർ സിറ്റി തോൽപ്പിച്ചത്. ഒരു ഗോൾ നേടുകയും മറ്റ് ഗോളുകൾക്ക് മുഴുവൻ വഴിതെളിക്കുകയും ചെയ്തത് റിയാദ് മെഹ്റേസ് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ പെർഫോമൻസസ് ആണ്. ദ ക്രോസസ് ദാറ്റ് വാസ് കമ്മിങ് ഫ്രം ഹിസ് ബൂട്ട് സബ്ലൈം യാർ. ആൻഡ് 2 ഗോളുകൾ ഫ്രം ദ ബ്രസീലിയൻ സ്ട്രൈക്കർ ഗബ്രിയൽ ജെസ്യൂസ്. ആ ഒരു ഗോളും കൂടെയൊക്കെ ആയപ്പോഴത്തേക്കും സത്യത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ഈസ് ജസ്റ്റ് ഈസി. ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് സംതിങ് എൽസ്. ഓക്കെ, സാധാരണ യൂറോപ്പിലെ ആ ടോപ്പ് 5 എന്ന് പറയുന്ന ബിഗ് 5 ലീഗ്സിൻ്റെ പുറത്തു നിന്ന് ഒരു പേരും ഒരു ലീഗിനെയും പറ്റിയാണ്. ദിസ് ടൈം വി ആർ ടോക്കിംഗ് അബൌട്ട് പോർച്ചുഗീസ് പ്രീമിയറ ലീഗ. പ്രീമിയറ ലീഗയിൽ
ബാക്കി അതായത് ആലോചിച്ച് നോക്കുക, പ്രീമിയർ ലീഗിൽ നിന്ന് എപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് യൂറോപ്യൻ ഫുട്ബോളിൽ കാണാറുണ്ട്. ബട്ട് റെഗുലർ നെയിംസ് എന്ന് പറയുന്നത് ബെൻഫീക്ക ആൻഡ് പോർട്ടോ പോലെയുള്ള ക്ലബ്ബുകളാണ്. യെസ്, സ്പോർട്ടിംഗ് ലിസ്ബൺ ആലോചിച്ച് നോക്കുക, ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വരുന്നത് തന്നെ സ്പോർട്ടിംഗ് ലിസ്ബണിൽ നിന്നാണ്. അപ്പോൾ അതോടുകൂടി എല്ലാവരും സ്പോർട്ടിംഗ് ലിസ്ബൺ എന്ന് പറയുമ്പോൾ ആദ്യം CR7 പേര് ഓർമ്മ വരും. മാത്രമല്ല, കഴിഞ്ഞ വർഷം മാറ്റിവെച്ച യൂറോ 2020 ഈ വർഷം നടക്കാൻ നിൽക്കുന്ന നിലവിലെ ചാമ്പ്യന്മാർ കൂടിയാണ് പോർച്ചുഗൽ. പോർച്ചുഗീസ് ലീഗിൽ ഈ മെയിൻ ടീമുകൾ എല്ലാവരുടെയും നിന്ന് മാറി ഒരു ടീം മാത്രം നല്ലൊരു ഹ്യൂജ് ഡിഫറൻസിൽ ഒന്നാം സ്ഥാനത്ത് പോകുന്നുണ്ട്, വിച്ച് ഈസ് സ്പോർട്ടിംഗ് ലിസ്ബൺ. സ്പോർട്ടിംഗ് ലിസ്ബണിന് വേണ്ടിയിട്ട് അവരുടെ 22 വയസ്സ് മാത്രമുള്ള സെൻട്രൽ മിഡ്ഫീൽഡർ പെഡ്രോ ഗോൺസാൽവസ് ആണ് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത്. റിമെമ്പർ, ഈസ് എ സെൻട്രൽ മിഡ്ഫീൽഡർ ആൻഡ് എ 22-year-old. ആ ഒരു ഫോം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ബഞ്ച് ഓഫ് യങ് പ്ലെയേഴ്സ്, എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള കളിക്കാർ പോർച്ചുഗലിൽ നിന്ന് വരുന്നുണ്ട്, വിത്ത് എ ഹ്യൂജ് ക്രെഡിറ്റ് ടു CR7 ഫോർ ഇൻഫ്ലുവൻസിങ് ദം. സോ പോർച്ചുഗൽ വിൽ ബി എ ഗ്രേറ്റ് ടീം ഇൻ ലെറ്റ്സ് സേ ഒരു 4 വർഷം 6 വർഷം സമയം. CR7 റിട്ടയർ ആകുമ്പോൾ പോലും പോർച്ചുഗൽ ഈസ് ഇൻ സേഫ് ഹാൻഡ്സ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് പെഡ്രോ ഗോൺസാൽവസ്, ഹു വിൽ ബി sought after by a huge number of major European clubs. അപ്പോൾ ആ ഒരു നോട്ടിൽ ഈ പറഞ്ഞ ഒരു യങ്സ്റ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു സന്തോഷത്തിൽ തൽക്കാലം ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ നിർത്തിയിട്ട് നമ്മൾ പോവുകയാണ്. ബട്ട് പ്ലെൻറ്റി ടു ലുക്ക് ഫോർവേഡ് ടു അടുത്ത ആഴ്ച നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് സംസാരിക്കാൻ ഫുട്ബോൾ വേൾഡിൽ നിന്നും അതുപോലെ തന്നെ ടെന്നീസ് വേൾഡ് ആൻഡ് ക്രിക്കറ്റ്, ഒബ്വിയസ്ലി ടീം ഇന്ത്യയുടെ വർത്തമാനങ്ങൾ ഉൾപ്പെടെയുള്ളത്, വിജയ് ഹസാരെ ട്രോഫിയുടെ നോക്കൌട്ട് സ്റ്റേജസ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. സോ അണ്ടിൽ വി മീറ്റ് അഗൈൻ നെക്സ്റ്റ് വീക്ക്, സെയിം ടൈം സെയിം പ്ലേസ്, ദിസ് ഇസ് RJ Vishnu signing off. Peace, over and out.